മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ഉണ്ണിയാണെങ്കിൽ വാമദേവനോട് പോയി പറയുമ്പം വാമദേവന് സഹിക്കുന്നതിനപ്പുറം കലിയാണെങ്കിൽ കണ്ണനോട് തോന്നുന്നുണ്ട്. ഇത്രയും നാൾ തോന്നിയതിനേക്കാളും കലി തോന്നുന്നു. കാരണം സ്വത്തുക്കളെല്ലാം ഇന്നും ഇന്നലെയല്ല അവർ സ്വപ്നം കണ്ടത്. മഹിയും കണ്ണനും തമ്മിൽ ഉടക്കി എന്നുള്ള പേര് തൻ്റെ മകളെ കമലേശ്വരം തറവാട്ടിക്കൊണ്ടുവന്ന് ആക്കിയപ്പം പോലും ഉള്ളുകൊണ്ട് തമാശ മട്ടിന് ചിരിക്കുമായിരുന്നായിരിക്കും. എന്തായാലും ഇനി അധിക നാൾ അവൻ്റെ സന്തോഷം ഇങ്ങനെ നിലനിർത്താൻ പാടില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ണി പറയുന്നു, എത്രയും പെട്ടെന്ന് മേഘേട്ടനെ സുഖപ്പെടുത്തണം. മേഘേട്ടനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാനിന് എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകൂ. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടായാൽ പോലും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ സുഖം പ്രാപിപ്പിക്കണം എന്ന് പറയുമ്പം വാമദേവൻ പറയുന്നു, നീ വിഷമിക്കേണ്ടടാ മോനെ, മേഘനില്ലെങ്കിൽ പോലും അവൻ്റെ സ്ഥാനത്ത് ഞാനുണ്ട്. എന്തിനും പോന്ന് പ്രായം ഇത്ര ആയെങ്കിലും എൻ്റെ മനസ്സിലെ വീറും ആരോഗ്യവും ഇപ്പോഴും ചെറുപ്പാടാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ണിക്ക് സന്തോഷമാകുന്നു. എന്നാൽ അതേസമയം കരുണയും ദുർഗയും ഒരുപാട് സന്തോഷത്തിലാണ്. കൊടുത്ത ഗിഫ്റ്റുകളും സ്വർണവും ഡ്രസ്സും ഒക്കെ കണ്ട് മതിമറന്ന് സന്തോഷിക്കുന്ന കരുണയുടെ മുഖത്തെ സന്തോഷം അധിക നാൾ നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഉണ്ണിയാണെങ്കിൽ ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്നുണ്ട്. ആരെന്ത് വലിയ സത്യങ്ങൾ അറിയിച്ചാൽ പോലും ഉണ്ണിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകാൻ പറ്റാത്ത ആ രൂപത്തിൽ കരുണ പെട്ടു നിൽക്കുകയാണെന്നുള്ള കാര്യം ഇപ്പോഴും നമ്മുടെ ഉണ്ണി തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം കരുണയുടെ അച്ഛൻ തന്നെയാണ് ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയ കരുണ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനി എന്തായാലും ഉണ്ണിയുടെ ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതം ഇപ്പം മോഹിക്കുന്നില്ല. സത്യങ്ങൾ തിരിച്ചറിഞ്ഞാലും തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്നിട്ടായാലും ഇനി ജീവിക്കാനേ പറ്റുള്ളൂ. വിഷു ദിവസം അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ ആഘോഷങ്ങൾ കെങ്കേമമാക്കുന്നുണ്ട്. ഇത്തവണ വിഷു ദിവസം അവർക്ക് രണ്ടു പേർക്കും സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആണ്. മാത്രമല്ല മഹാലക്ഷ്മിയെ പരിചരിക്കുന്നത് തങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയായതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത് എന്ന് വിചാരിച്ച് അനന്തവും ലേഖയും എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ട് വൃത്തിയാവണ്ണം ചെയ്യുന്നു. മോഹിനിയമ്മയെ വിഷു ദിവസം പ്രത്യേകം വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പം കണ്ണൻ കൊടുത്ത സാരിയും അതുപോലെ സമ്മാനങ്ങളും അണിഞ്ഞു വരുന്ന മോഹിനിയമ്മയെ കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അപ്പോൾ മോഹിനിയമ്മ ചോദിക്കുന്നു, കണ്ണമോൻ ഇന്നത്തെ ദിവസം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? എപ്പോൾ വരുമെന്ന് കാണാൻ പറഞ്ഞോ? അവിടെ എന്തായാലും സദ്യ കഴിച്ച് അവിടുത്തെ ചടങ്ങിലും ആഘോഷത്തിലും ഒന്ന് പങ്കുചേർന്നെങ്കിലേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ, അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് സംശയം തോന്നും. ഇപ്പം തന്നെ ഉണ്ണിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയമുള്ളതുപോലെയാ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അയ്യോ, എങ്കിൽ സൂക്ഷിക്കണം മോളെ, അധിക നാൾ ഈ സത്യം മൂടി വെക്കാൻ പറ്റില്ലെന്നറിയാം, എങ്കിലും മോള് സൂക്ഷിക്കണം. ഡെലിവറി കഴിയുന്നത് വരെ ഈ സത്യം ശത്രുക്കൾ ആരും അറിയാൻ പാടില്ല. സ്വന്തം സഹോദരിയ ഒരമ്മയുടെ വയറ്റിൽ വന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും രണ്ടുപേർക്കും രണ്ട് മനസ്സല്ലേ. മോളുടെ പതനം കാണാനാ എന്തിനു പറയുന്നു കരുണ മോൾക്ക് ആഗ്രഹം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും ഡെലിവറി കഴിയുന്നത് വരെ അവരേക്കൊന്ന് സൂക്ഷിച്ചേ പറ്റൂ എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, ഡെലിവറി കഴിഞ്ഞാൽ പോലും ഞാൻ മഹിയും കുഞ്ഞിനെ അങ്ങോട്ടേക്ക് വിടില്ല. ഒന്നെങ്കിൽ അവർ രണ്ടുപേരും ഇവിടെ വന്ന് താമസിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി മറ്റൊരു വീടെടുത്ത് അവിടേക്ക് താമസിക്കാം. എങ്കിലും കമലേശ്വരത്തേക്ക് മഹിയെ വിടുന്നത് റിസ്ക്കാ. ഡെലിവറി കഴിഞ്ഞാലും ആ കുഞ്ഞിനോട് പോലും അവർ ക്രൂരത കാണിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. അത്രയും ദുഷ്ട മനസ്സുള്ളവരാന്ന് പറയുമ്പോൾ മോഹിനിയമ്മയും പറയുന്നു, അത് മോള് പറഞ്ഞത് ശരിയാ. എന്തിനു പറയുന്നു, എൻ്റെ മോളുടെ രണ്ടാനച്ഛൻ ഉൾപ്പെടെ എൻ്റെ മോളുടെ മരണം കാണാൻ ആഗ്രഹിക്കുന്നവരാ. ഇപ്പോൾ ആ കേസും വഴക്കും ആയതിനു ശേഷം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അടുത്തിടയ്ക്ക് അയാൾ പണ്ട് ചെയ്ത ഒരു ക്രൂരത ഞങ്ങൾക്ക് മനസ്സിലായി, എല്ലാവരെയും ഒന്ന് അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിനാ. അപ്പം ലേഖ ചോദിക്കുന്നു, എന്ത് ക്രൂരത? അതൊന്നുമില്ല മോളെ, പണ്ട് അയാൾ ചെയ്ത ഒരു ദുഷ്ടതരം എൻ്റെ മോൾ വഴി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അത് മോളായിട്ടിനി പ്രശ്നമാക്കുമോ എന്നുള്ളൊരു പേടിയിൽ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നേ ഉള്ളൂ. കരുണമോൾക്കും മുത്തശ്ശിക്കും പ്രതാപനും ഒക്കെ നല്ല പേടിയുണ്ട്. ആ സത്യം മോളായിട്ട് ആരോടെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അകത്താകുമെന്ന്. അല്ലേലും എനിക്കറിയാം അയാൾ അത്ര നല്ല ആളൊന്നും അല്ലെന്ന്. ഒരുപാട് പേരെ വിഷമിപ്പിച്ചിട്ടുള്ള ആളല്ലേന്ന് ലേഖയും പറയുന്നു. അങ്ങനെ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാ ആഘോഷങ്ങളും ഒരുക്കി നമ്മുടെ കണ്ണനാണെങ്കിൽ കമലേശ്വരത്ത് ഒന്ന് പേര് ഏൽപ്പിച്ചതിന് ശേഷം അനന്തുവിൻ്റെ വീട്ടിലേക്ക് നേരെ വരുന്നുണ്ട്. സംശയം തോന്നി ഉണ്ണിയാണെങ്കിൽ തൊട്ടു പിന്നാലെ വരുന്നത് മനസ്സിലാക്കിയിട്ട് കണ്ണനാണെങ്കിൽ മാർക്കോയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അതായത് കുറച്ച് ദിവസമായിട്ട് ഉണ്ണിക്ക് തന്നെ സംശയമുണ്ടെന്നും അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോയ എൻ്റെ പിന്നാലെ ഇപ്പോൾ ഉണ്ണിയുണ്ടെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ഉണ്ണിക്കെന്നല്ല അയാളുടെ അമ്മായിയച്ഛന് പോലും പറ്റില്ല.
അവനിട്ടൊരു ഡോസ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് മാർക്കോയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മാർക്കോ കൃത്യസമയത്ത് ഉണ്ണിയുടെ പിന്നാലെ വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഉണ്ണിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. ഇങ്ങനെ തന്നെയല്ലേ മേഘനയെ അന്ന് മാർക്കോ പിന്നാലെ ചെന്ന് ആക്രമിച്ചത്. അതുപോലെ താൻ കണ്ണേട്ടൻ്റെ പിന്നാലെ ചെല്ലുന്നത് മനസ്സിലാക്കി കൃത്യസമയത്ത് എങ്ങനെ മാർക്കോ ഇവിടേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ മറ്റെന്തോ നിഗൂഢ രഹസ്യമുണ്ട്. ഒന്നീ കണ്ണേട്ടൻ നടക്കാൻ തുടങ്ങിക്കാണും, അല്ലെങ്കിൽ കണ്ണേട്ടനും കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മഹിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നേ എന്ന സത്യം ആ നിമിഷം തന്നെ തിരിച്ചറിയുന്നു. ഇനി മാർക്കോയുടെ കയ്യിൽ നിന്നും ഉണ്ണി ആര് രക്ഷിക്കും? കാത്തിരിക്കാൻ എന്താകുമെന്ന്.